വളാഞ്ചേരി താണിയപ്പൻ കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ജനകീയ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്തെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്നും അനുവദിച്ച 36 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലായത്. ഇന്ന് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ള ദിവസമാണ്. ഒരുപാട് നാളത്തെ നമ്മുടെ നാട്ടുകാരുടെ ഒരാഗ്രഹമാണ് ഇവിടെ നിറവേറാൻ പോകുന്നത്. എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ നാട്ടിലെ കുടിവെള്ള ക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരം ശാശ്വത പരിഹാരം ഞങ്ങൾ നാട്ടുകാർ ഒരുപാട് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏകദേശം 10-12 വർഷമായി ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന എനിക്ക് ടാങ്കറിൽ കുടിവെള്ള വിതരണം വീടുകളിൽ എത്തിച്ചുകൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നത്. അന്ന് തന്നെ ഇതിനൊരു മാറ്റം വരുത്താൻ ഒരു മെമ്പറായാൽ ഈ നാട്ടിലേക്ക് തിരുനാവായ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് ഹൗസ് കണക്ഷനോട് കൂടിയ വെള്ളം എല്ലാ വീടുകളും എത്തിച്ചു കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മെമ്പറായി 2020 ലാസ്റ്റ് സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായിരുന്നു. 2021 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രിക്കടക്കമുള്ള ആളുകൾക്ക് താണിയപ്പൻകുന്നിലെ കുടിവെള്ളത്തിന് ഒരു ശാശ്വത പരിഹാരം നൽകാൻ അപേക്ഷ കൊടുത്തിരുന്നു. അമൃത് പദ്ധതി വളാഞ്ചേരി നഗരസഭയിലേക്ക് വരുന്നുണ്ടെന്നും അതാണ് താണിയപ്പൻകുന്നിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമെന്നും സർക്കാർ നിർദ്ദേശം വന്നു. അത് ഇതുവരെയായിട്ടും അമൃത് കുടിവെള്ള പദ്ധതി എത്തിയിട്ടില്ല. തുടർന്ന് മന്ത്രി അടക്കമുള്ള ആളുകളെ പോയി കണ്ടിരുന്നു. 2023 ഫൈസൽ തങ്ങളും നമ്മുടെ വളാഞ്ചേരി CPM മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ശങ്കരമാഷും കൂടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാനെ നേരിട്ട് കാണുകയും കേരള സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിരന്തരം പരാതിയും നിവേദനവും സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തേക്കുള്ള കുടിവെള്ള പദ്ധതി അനുവദിക്കുകയായിരുന്നു. ജനപ്രതിനിധികളുടെ ഏറെക്കാലത്തെ ശ്രമഫലമായാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. കുടിവെള്ളത്തിന് ഏറ്റവും അധികം ക്ഷാമം നേരിടുന്ന ഒരു മേഖലയാണ് താണിയപ്പൻകുന്ന്. താണിയപ്പൻകുന്നിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ് കുടിവെള്ളം എന്നുള്ളത്. ഞങ്ങളൊക്കെ ഭരണസമിതി എടുത്ത് ഉടൻ തന്നെ വീരാൻകുട്ടിയുടെ പ്രകടന പദ്ധതിയിൽ പ്രത്യേകം അദ്ദേഹം പറഞ്ഞിരുന്നത് കുടിവെള്ളം എത്തിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യം കൂടിയായിരുന്നു. കാരണം ഇരുമ്പുളിയം കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഒരിക്കലും ഇങ്ങോട്ട് വെള്ളം കയറില്ല. തിരുനാവായ കുടിവെള്ള പദ്ധതിയാണെങ്കിൽ ഒരുപാട് ദൂരെയാണ്, ഇങ്ങോട്ട് എടുക്കാനുള്ള അനുമതിയില്ല. തൊട്ടടുത്ത് ഈ താണിയപ്പൻകുന്നിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഒരു ഭാഗം മാറാക്കര പഞ്ചായത്തും മറ്റു ഭാഗം എടയൂർ പഞ്ചായത്തുമാണ്. ഈ 2 പഞ്ചായത്തുകൾക്കും JJM ജലജീവൻ മിഷന്റെ പദ്ധതിയുണ്ട്. എന്നാൽ വളാഞ്ചേരി നഗരസഭ പ്രതീക്ഷിച്ചിരുന്നത് താണിയപ്പൻകുന്നിലെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന അമൃത കുടിവെള്ള പദ്ധതിയായിരുന്നു. എന്നാൽ ആ പദ്ധതി അനന്തമായി നീണ്ടുപോയപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് വീരാൻകുട്ടി എന്താണ് ഇനി കുടിവെള്ളത്തിന് നമ്മൾ ചെയ്യാമെന്ന് ആലോചിച്ച സമയത്താണ് CPMന്റെ ഏരിയ സെക്രട്ടറി ശങ്കരമാഷയും അതുപോലെ തന്നെ വീരാൻകുട്ടി ഞങ്ങളെല്ലാം കൂടി മന്ത്രിയെ പോയി കണ്ട് ഈ വിഷയം ധരിക്കുകയും മന്ത്രിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. വളരെ അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറായിരുന്ന ഡോക്ടർ ആദില അബ്ദുള്ള IAS പോയി കാണുകയും കഴിഞ്ഞ ഏകദേശം 1.5-2 വർഷത്തോളം നിരന്തരമായ വീരാൻകുട്ടി കൗൺസിലറുടെ നിരന്തരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഇന്ന് ഈ പദ്ധതിയുടെ പ്രവൃത്തിയോടെ ആരംഭിച്ചുള്ളത്. തീർച്ചയായിട്ടും ഈ സമയത്ത് ഇതിന് ഫണ്ട് അനുവദിച്ചു തന്ന കേരളത്തിലെ LDF സർക്കാരിനെയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാനെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വകുപ്പിനെയും വാട്ടർ അതോറിറ്റിയെയും അതോടൊപ്പം തന്നെ CPMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും മുഴുവൻ നേതാക്കളോട് ഈ സമയത്ത് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. വളാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായ വീരാൻകുട്ടി പറശ്ശേരിയുടെയും ഫൈസൽ തങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ചടങ്ങിൽ പങ്കെടുത്തവർക്കെല്ലാം മധുര വിതരണവും നടത്തി. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി. കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം18 റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച്. ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട്. ഈ ഓഫർ ഡിസംബർ 15 മുതൽ ഫെബ്രുവരി 15 വരെ മാത്രം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.